രേണു സബ്സ്ക്രിപ്ഷനിലുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽ എന്ന് രാത്രി വരുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് കേൾവി. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ നിയമസഭയിൽ മന്ത്രിമാര് മുണ്ട് പൊക്കി കാണിക്കും എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അതേപോലെ പുക്കൂൾ പൊക്കി കാണിക്കുന്ന ഒരു പ്രസ്ഥാനമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. നിങ്ങൾ കണ്ട എന്റെ ചുണ്ടെല്ലാം പൊട്ടി. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പനിതെങ്ങനെ സാധിച്ചെടുത്തടാ? ചുണ്ട് പൊട്ടിയിരിക്കുക, കാലാവസ്ഥ വ്യതിചലനം മൂലം ചുണ്ട് പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റും നാക്കിട്ട് വട്ടത്തി ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ മാക്സിമം വേണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. എന്റെ മനസ്സ് ഇപ്പൊ ഫ്രെയിമിൽ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാവോ? നിങ്ങൾ എന്താ കാണിക്കണേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ലോസപ്പ് അല്ലേ കിട്ടൂ? ക്ലോസപ്പ് അല്ലല്ലോ, നമ്മളെ മൊത്തത്തിൽ കിട്ടണ്ടേ. തോന്നിയ കാണിച്ചിട്ട് ഈ ഷെഫീന ബീവിയുടെ ചാനലിൽ ഇന്ന് മറ്റൊരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പിനകത്ത് കാണിക്കുന്നത് പുള്ളിക്കാരി ഒരു കുപ്പി മറ്റേ പൊട്ടൻ ചുക്കാതി തൈലം പോലെ എന്തോ ഒരു എണ്ണ എടുത്തിട്ട് തുട മുഴുവൻ കാണിച്ചിട്ട് ദൈവം സഹായിച്ച് നമ്മുടെ ബോഡി ഷേപ്പാ, അതുകൊണ്ട് കുഴപ്പമില്ല. തമന്നയുടെ വയറ് തവളയുടെ ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ചാറ്റ് ചെയ്യുന്നവർക്ക് കാലിൽ ഓയിൽ മസാജ് ഇടുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആയുർവേദ ചികിത്സകളെല്ലാം വീട്ടിൽ തന്നെ ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. കാലിൽ മസാജ് പറ്റിപ്പോയി. രേണുസുധീർ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവാണ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണെങ്കിലും എടാ നാണം കെട്ട നാറികളെ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക. എന്റെ എല്ലാ മാനവും പോയി. മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. അങ്ങനെ പടക്കട ഞാൻ പോകുന്നു. ബൈ.